സിന്ധു നദീജലം പങ്കുവെക്കൽ കരാറിൽ ചർച്ച തുടങ്ങണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം വീണ്ടും തള്ളി ഇന്ത്യ. മൂന്നാമതും പാകിസ്ഥാൻ കത്തയച്ചത് കൃഷിനാശ ഭീതിയിൽ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയിട്ട് ഇന്ന് ഒരു മാസം. കശ്മീരിന്റെ ആത്മാവിനെ തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി മോദി. ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ച് പെരുന്നാൾ പ്രസംഗത്തിൽ പാളയം ഇമാം. ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് VP സുഹൈബ് മൗലവി. ത്യാഗസ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകൾ സന്ദർശിച്ച് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിന് നമ്മുടെയൊക്കെ ഒരു ആത്മസമർപ്പണത്തിന്റെ ഒരു വലിയ പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നു എന്നതാണ്. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം പ്രതീകമായി ആഘോഷിക്കുന്നതാണ്. തലസ്ഥാനത്ത് TVS ഷോറൂമിൽ വൻ തീപിടുത്തം. നിരവധി സ്കൂട്ടറുകൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 2 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ. ഗവർണർക്കെതിരായ CPIയുടെ പ്രതിഷേധ സമരം ഇന്ന്. ദേശീയ പതാക ഉയർത്തി സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈ നടും. രാജേന്ദ്ര ആർലേക്കറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിക്ക് കത്ത് നൽകി P സന്തോഷ് കുമാർ MP. ബംഗളൂരുവിലെ തിക്കും തിരക്കും ദുരന്തത്തിൽ കർണാടക മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കുമെതിരെ നിയമ നടപടിയുമായി BJP. പോലീസിൽ പരാതി നൽകി. സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനുമെതിരെ പോലീസിനെ സമീപിച്ചത് BJP ജനറൽ സെക്രട്ടറി P രാജീവ്. വിരാട് കോഹ്ലിക്കെതിരെ പരാതി നൽകി ശിവമോഗ സ്വദേശി. കോവിഡ് ബാധിതരുടെ എണ്ണം നാൾക്കുനാൾ പെരുകുന്നു. സർക്കാർ കണക്കനുസരിച്ച് ചികിത്സയിലുള്ളത് 5364 പേർ. ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിൽ. കൊല്ലം കടക്കലിൽ യുവാവ് മരിച്ചത് പേവിഷമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എങ്ങനെ പേവിഷബാധയേറ്റെന്ന് പരിശോധിക്കാൻ ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ. കടക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജു മരിച്ചത് ഇന്നലെ.